നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്ന് ഞാൻ ചാനലിൽ വന്നിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബോട്ട് വേവ് നിയോ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് വാച്ചാണ് ഇന്ന് നമ്മൾ ചാനലിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഈ വാച്ച് മേടിച്ചത് 1799 രൂപയ്ക്കാണ്. ഈ ഒരു പ്രൈസിങ്ങിൽ ധാരാളം ഫീച്ചേഴ്സ് നൽകുന്ന ഒരു സ്മാർട്ട് വാച്ചാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്ത് ആരംഭിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ വേവ് നിയോ വന്ന ബോക്സ് പാക്കേജ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇമേജ് ഫ്രണ്ടിൽ തന്നെ നൽകിയിട്ടുണ്ട്. വേവ് നിയോ എന്ന് എഴുതിയിരിക്കുന്നു, ബോട്ടിൻ്റെ ലോഗോ കാണാം. പിന്നെ മെയിൻ ഹൈലൈറ്റ്സ് ആണ് ഈ സൈഡിൽ എഴുതിയിരിക്കുന്നത്. 4.29 സെൻറ്റിമീറ്റർ 1.69 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. സ്ട്രെസ് മോണിറ്ററിങ്ങും ഉണ്ടെന്ന് ഇതിൽ എഴുതിയിരിക്കുന്നു. പിന്നെ വൈറ്റ് കളർ ഗാമറ്റ് സപ്പോർട്ടഡ് ആണ്. ഇനിയിപ്പോൾ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഒരു ഇമേജ് നൽകിയിട്ടുണ്ട്. കോമ്പാറ്റബിലിറ്റി എഴുതിയിരിക്കുന്നത് Android 5.1 മുകളിലേക്കുള്ള മോഡൽസും iOS 12.1 മുകളിലേക്കുള്ള മോഡൽസുമാണ്. പുറകിൽ നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഇമേജ് നൽകിയിരിക്കുന്നു. മെയിൻ ഹൈലൈറ്റ്സ് എഴുതിയിട്ടുണ്ട്. അത്രയാണ് നമ്മുടെ ബോക്സിൽ മെയിനായിട്ട് എഴുതിയിരിക്കുന്നത്. നമുക്കപ്പോൾ പ്രോഡക്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. ഇത് ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. നമുക്ക് വാച്ച് ഇവിടുന്ന് പുറത്തെടുക്കാം. ഇനി ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. ആദ്യം തന്നെ ഒരു ബോട്ട് ഹെഡ് എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ നൽകിയിട്ടുണ്ട് ഇവർ. പിന്നെ ഒരു 1 year വാറണ്ടി, അതിൻ്റെ ഒരു ചെറിയൊരു പേപ്പർ നൽകിയിട്ടുണ്ട്. പിന്നെ വേറൊരു ലീഫ്ലെറ്റ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഇവരുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ബോട്ടിൻ്റെ തന്നെ മറ്റ് അനവധി പ്രോഡക്ട്സ് കാണാൻ സാധിക്കും. അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് ഒരു യൂസർ ഗൈഡാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ വാച്ചിൻ്റെ എല്ലാത്തരം ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. എങ്ങനെ വാച്ച് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസും നൽകിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് USB ചാർജിങ് കേബിൾ. ഇത് മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു കേബിളാണ്. അധികം ലെങ്തൊന്നും ഇല്ലാത്ത ചെറിയൊരു ഷോർട്ടായിട്ടുള്ള കേബിളാണ്. ഇനി നമുക്ക് വാച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച്. ബർഗൻഡി കളറിലാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല ഒരു നീറ്റായിട്ടുള്ള ഡിസൈനാണ്. ഇവിടെ നോക്കിയാൽ സെൻസർ കാണാം, താഴെ ചാർജിങ് പിൻസ് കാണാം, സൈഡിലൊരു ബട്ടൺ ഉണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസിന് ബൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഡിവൈസ് ബൂട്ടായി വരുന്നുണ്ട്. ആദ്യം തന്നെ ഒരു QR കോഡാണ് സ്കാൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ബോട്ട് ഹബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം OTP വെച്ച് നമ്മുടെ നമ്പർ വെരിഫൈ ചെയ്യണം. ഇത് കഴിഞ്ഞാണ് നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ്സ് വരുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ലിങ്ക് ചെയ്യാൻ സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മാനുവലായിട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഹൈറ്റ്, വെയിറ്റ് എന്നിങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നൽകണം. അതിനുശേഷം ബ്ലൂടൂത്ത് എനേബിൾഡ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സ്റ്റാർട്ട് പെയറിംഗ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് പെർമിഷൻ ആക്സസ് എല്ലാം ചോദിക്കും. ഇതെല്ലാം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ അവൈലബിൾ വാച്ചസ് എന്നുള്ള ഈ ഒരു ലിസ്റ്റിൽ നമ്മുടെ ഡിവൈസ് ലിസ്റ്റ് ഔട്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ വാച്ച് വിസിബിൾ ആയതിനു ശേഷം പെയർ എന്നുള്ളത് ടാപ്പ് ചെയ്യുക. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വാച്ചും ഈ ആപ്ലിക്കേഷനും തമ്മിൽ കണക്റ്റ് ആവും. അപ്പോൾ അങ്ങനെ കണക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ബോട്ട് ഹബ് ആപ്പിൻ്റെ ഒരു ഹോം സ്ക്രീൻ. ഇതിപ്പോൾ വാച്ച് യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻ്റർഫേസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരാം. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ പെയറിംഗ് പ്രോസസ്സ് കഴിഞ്ഞ് ആപ്ലിക്കേഷനിൽ കയറിയ ഉടനെ തന്നെ ഒരു ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫേംവെയർ അപ്ഡേറ്റിൽ കുറച്ച് ബഗ്സ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫേംവെയർ അപ്ഡേറ്റിന് ശേഷമാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ബോട്ട് വേവ് നിയോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. അപ്പോൾ എനിക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൽഡ് ക്വാളിറ്റിയിൽ നിന്ന് തുടങ്ങാം. പോളി കാർബണൈറ്റ് ബോഡിയാണ് ഈ ഒരു വാച്ചിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്റ്റ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 35 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കയ്യിൽ ധരിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വരത്തില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വാച്ചാണ്. പിന്നെ ഈ ഒരു വാച്ചിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. വളരെ ക്രിസ്പും വൈബ്രൻറ്റും ആയിട്ടുള്ള ഒരു 1.69 ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 550 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വിസിബിലിറ്റി തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഓട്ടോ ബ്രൈറ്റ്നസ് എനേബിൾഡ് അല്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഇതിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാച്ച് നമ്മൾ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ 2 സെക്കൻഡോളം എടുക്കും ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് തെളിഞ്ഞു വരാനായിട്ട്. ഓവറോൾ ഞാൻ ഡിസ്പ്ലേയിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ക്രിസ്പായിട്ടുള്ള, നല്ല ക്വാളിറ്റിയുള്ള, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻ്റർഫേസിനെ പറ്റി പറയാം. അപ്പോൾ ഇതിൽ ബോട്ടിൻ്റെ ഒരു കസ്റ്റം സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാവിഗേഷനൊക്കെ വളരെ സിമ്പിളാണ്. നമ്മൾ ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ റൈറ്റിലോട്ടോ നമുക്ക് സ്വൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ വെതർ കാണാം, അത് നമ്മുടെ ഫോണുമായിട്ടാണ് സിങ്ക് ആകുന്നത്. മ്യൂസിക് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്ലീപ്പ് കാണാൻ പറ്റും, ഹാർട്ട് റേറ്റ് ഉണ്ട്. അതുപോലുള്ള ഓപ്ഷൻസാണ് ലെഫ്റ്റ് റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്നത്. അതുകൂടാതെ മുകളിൽ നിന്ന് താഴേക്ക് വലിക്കുമ്പോൾ നമുക്ക് ക്വിക്ക് ടോഗിൾസ് കാണാം. അതുപോലെ തന്നെ താഴേന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഒരു ആപ്പ് ഡ്രോയർ പോലത്തെ ഒരു ഇൻ്റർഫേസും നമുക്ക് കാണാം.
100-ൽ പരം വാച്ച് ഫേസസ് ഈ ഒരു വാച്ചിന് അവൈലബിൾ ആണ്. നമുക്ക് ബോട്ട് ഹബ് ആപ്പിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാച്ച് ഫേസസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ബോട്ട് ഹബ് ആപ്പിന് വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ് പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ബഗ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഫീൽ ചെയ്തത്. മേ ബി അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ എന്തെങ്കിലും കൊണ്ടുവന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിരിക്കാം. ഞാൻ യൂസ് ചെയ്തപ്പോൾ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഈ ഒരു വാച്ചിൽ ഫിറ്റ്നസ് ആൻഡ് ആക്ടിവിറ്റി ട്രാക്കിംഗ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 10 മോഡുകളാണ് ടോട്ടൽ ഉള്ളത്. അതിൽ വാക്കിംഗ്, റണ്ണിങ്, സൈക്ലിംഗ്, ക്ലൈംബിംഗ്, യോഗ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ബാഡ്മിൻ്റൺ, സ്കിപ്പിംഗ് ആൻഡ് സ്വിമ്മിംഗ് എന്നിവയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത്രയും മോഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനിതിൽ വാക്കിംഗ് മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. പിന്നെ ഈ ഒരു വാച്ചിൽ IP68 ഡസ്റ്റ്, സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് ആണ് ബോട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വേർക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഇതിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇതൊന്നും കൂടാതെ ഇതിൽ 24 hour ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. പിന്നെ SpO2 ലെവൽ അറിയാൻ പറ്റും, അതായത് നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ അറിയാം. പിന്നെ സ്ട്രെസ് മോണിറ്ററിംഗ് ഉണ്ട്, സ്ലീപ്പ് ട്രാക്കർ ഉണ്ട്. സ്ലീപ്പ് ട്രാക്കറും വളരെ ആക്യുറേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് ദിവസത്തെ ടെസ്റ്റിങ്ങിൽ നിന്ന് നല്ല കറക്റ്റായിട്ടുള്ള റിസൾട്ട് നമ്മുടെ ബോട്ട് ഹബ് ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മ്യൂസിക്കും ക്യാമറ കൺട്രോളും ഉണ്ട്. നമുക്ക് മീഡിയ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ മ്യൂസിക് പ്രീവിയസ് ട്രാക്ക് അല്ലെങ്കിൽ ഫോർവേഡ് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് പ്ലേ പോസ് ബട്ടൺ ഉണ്ട്. ഇനി അതൊന്നും കൂടാതെ ക്യാമറ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ക്യാമറ ഇതുവഴി റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. പിന്നെ കോളിംഗ് ഫീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് കോൾ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും സൈലൻ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷനേ നൽകുന്നുള്ളൂ. കോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഇതുകൂടാതെ നിങ്ങൾക്ക് ബോട്ട് ഹബ് ആപ്പിൽ കസ്റ്റമൈസ് ചെയ്യാം ഏതൊക്കെ ആപ്ലിക്കേഷൻസിനാണ് നോട്ടിഫിക്കേഷൻ ആക്സസ് കൊടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് SMS അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജസ് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വാച്ചിൽ റീഡ് ചെയ്യാൻ സാധിക്കും. അടുത്തതായി ബോട്ട് വേവ് നിയോയുടെ ബാറ്ററി കപ്പാസിറ്റിയെ പറ്റി പറയാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് 7 ദിവസം ബാക്കപ്പാണ് ബോട്ട് അവകാശപ്പെടുന്നത്. ഞാനിതിൽ ഫുൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓൺ ആക്കിയിട്ടിട്ടാണ് ഈ വാച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. അപ്പോൾ എനിക്കൊരു 5 ദിവസമൊക്കെയാണ് മാക്സിമം ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 7 ദിവസം വരെയൊക്കെ ബാക്കപ്പ് മാക്സിമം ലഭിക്കും ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓഫ് ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ. ഇനി ഈ വാച്ചിൽ തോന്നിയ പോരായ്മ എന്താണെന്ന് ഞാൻ പറയാം. ഇതിൻ്റെ ആ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് അവിടെ നമുക്ക് വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ടൈമും ഡേറ്റും ഡേയും ഉണ്ട്. വാച്ചിൻ്റെ ഒരു ബാറ്ററി സ്റ്റാറ്റസും മുകളിൽ കാണാം. ഇനി അതല്ല നമ്മൾ കസ്റ്റം ഫീച്ചേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡാറ്റ ഒന്നും അവൈലബിൾ അല്ല, സമയവും ഡേറ്റും മാത്രമേ അവിടെ കാണുകയുള്ളൂ. അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അനലോഗ് വാച്ച് ഫേസസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമേ എനിക്ക് എടുത്തു പറയാനൊരു പോരായ്മയായിട്ട് ഇതിലുള്ളൂ. അതുകൂടാതെ ആക്ടിവിറ്റി ട്രാക്കിങ് കാര്യങ്ങളൊക്കെ 2 സ്വൈപ്പ് അപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഫുഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആ ഹോം സ്ക്രീനിൽ വരികയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. മേ ബി അത് ഫ്യൂച്ചറിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഓവറോൾ എനിക്ക് ഈ ഒരു വാച്ച് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വാച്ച് ആരെ ഉദ്ദേശിച്ചാണ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള അത്യാവശ്യം ട്രാക്കിംഗ് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെയുള്ള വാച്ചുകൾ നോക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇറക്കിയേക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ മലയാളം ടെക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഇതുപോലെ ധാരാളം ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ ചാനൽ തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മലയാളം ടെക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു ഉഗ്രൻ ടെക്നോളജി വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ഗുഡ് ബൈ.